ന്യൂ ഇയറിൻ്റെ ആദ്യത്തെ ദിവസം എനിക്ക് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ വന്ന് കട തുറന്നപ്പോൾ കട ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നു. കാരണം ക്രിസ്മസിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്നാണ് ഞാൻ ഷോപ്പ് തുറന്നത്. പിന്നെ വിചാരിച്ചു ഒന്ന് വൃത്തിയാക്കാം, കട ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി എല്ലാ പരിപാടിക്കും ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് വൃത്തിയാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു വൃത്തിയാക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണി തരുന്നുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ലാതെ കൂടെ നിന്നു. അതിനിടയ്ക്ക് കറണ്ട് പോയി. പിന്നെ ക്ലീനാക്കാൻ തുടങ്ങി. ഷെൽഫ് മുഴുവൻ ക്ലീനാക്കണമായിരുന്നു. എല്ലാം ആകെ പൊടി പിടിച്ച് നാശമായിട്ട് കിടപ്പുണ്ടായിരുന്നു. 2-3 ദിവസം കട ഞാൻ തുറന്നില്ല. കാരണം ഞങ്ങൾക്കൊരു ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നിട്ട് അതിനൊക്കെ പോയിട്ട് വന്ന ശേഷം പിന്നെ ക്ഷീണവും അതിൻ്റെ ബഹളങ്ങളും എല്ലാം ഒക്കെ കഴിഞ്ഞൊന്ന് ഓക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് തുറക്കാണ്ടിരുന്നത്. പക്ഷേ 2-3 ദിവസം തുറക്കാണ്ടിരിക്കുമ്പോഴേക്കും ഇത്രയും നാശമാവുമെന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. കണ്ട പാടെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം അന്നത്തെ വർക്ക് എല്ലാം കഴിഞ്ഞ് നല്ല നൈറ്റ് ആയിട്ടാണ് പോയത്. അന്നേരം പിന്നെ എനിക്ക് വൃത്തിയാക്കാനും അടുക്കി പെറുക്കി വയ്ക്കാനും ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ തിരക്കും ഡ്രസ്സ് കൊടുക്കാനുള്ള തിരക്കും ടൂറിന് പോകാനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോയി. കാരണം ഒന്നും മേടിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഒരുപാട് നേരം ലേറ്റായിരുന്നു. പിന്നെ അതിൻ്റെ തിരക്ക് പിടിച്ചിട്ട് ഓടിപ്പോയി. പിന്നെ കട വൃത്തിയാക്കാനുള്ള സമയം കിട്ടിയില്ല. ഇതിപ്പോൾ ഈ പറക്കി വയ്ക്കുന്ന എല്ലാം വെട്ടേഷണം തുണികളാണ്. കാരണം അത്യാവശ്യം നല്ല തുണികളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം എല്ലാവരെയും പോലെ ഞാനും എടുത്തു വയ്ക്കും. അതുപോലെ കിട്ടിയ കുറേ പീസുകളാണ് ഈ എടുത്ത് വയ്ക്കുന്നത്. ഇതുപോലെ കുറേ പാക്കറ്റുകളുണ്ട് കടയ്ക്കകത്ത് തന്നെ. അത് തന്നെ ഒരു ഷെൽഫിൽ വയ്ക്കാൻ പാകത്തിന് നിറയെ ഉണ്ട്. എന്നിട്ടും പിന്നെയും അത് കൊണ്ടുവന്ന് ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. ഇത് ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ എടുക്കുകയില്ല, ഓർക്കില്ല. ഇങ്ങനൊരു കാര്യമുള്ളത് ചില സമയത്ത് ഓർക്കത്തുകൂടിയില്ല. എന്നിട്ട് എല്ലാം ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കും. ഇപ്പം ഈ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഒരു വെഡ്ഡിങ് വർക്കിനുള്ളതാണ് ഈ പറക്കി വയ്ക്കുന്ന സാധനങ്ങളെല്ലാം. അതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുവന്ന് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ടേബിളും മെഷീനും എല്ലാം പൊടി പിടിച്ച് ആകെ നാശമായിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്ന. അങ്ങനെ പിന്നെ വിചാരിച്ച് എന്തായാലും ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം വൃത്തിയാക്കുന്നത്. ടൂറിന് പോയിട്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വൃത്തിയാക്കലാണ്. അത് കഴിഞ്ഞതാ ഇവിടെ നോക്കുമ്പോഴേക്കും ഫുള്ള് പൊടി പിടിച്ച് കിടക്കുകയാണ്. നൂലും കാര്യങ്ങളും എല്ലാം വെക്കുന്ന സ്ഥലം എല്ലാം പൊടി പിടിച്ച്. 2 ദിവസം കൊണ്ട് ഇത്രയും പൊടി പിടിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ മുഴുവൻ പൊടി പിടിച്ച് അലങ്കോലായിട്ട് കിടപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്നേന്ന് അടുക്കി പെറുക്കി വെക്കുകയാണ്. ഇട്ടിട്ട് പോയ അതേപടി തന്നെ എല്ലാം കിടപ്പുണ്ടായിരുന്നു. എല്ലാം അടുക്കി ഓരോ സ്ഥലത്തുനിന്നും അടുക്കി വച്ചുകൊണ്ടിരിക്കുകയാണ്. ഹുക്കും കാര്യങ്ങളും എല്ലാം ബോക്സിലാക്കി തിരിച്ച് വെച്ച്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് കട്ടിംഗ് ടേബിളാണ്. കട്ടിംഗ് ടേബിളിൻ്റെ മുകൾ ഭാഗം മുഴുവൻ കട്ട് ചെയ്ത പീസുകളും ചോക്കും കഷ്ണങ്ങളും ക്യാൻവാസ് പേപ്പറും സ്കെയിലും അയൺ ചെയ്യുന്ന തുണിയും അയൺ ബോക്സും എല്ലാം അവിടെ ഇവിടെ ആയിട്ട് ടേബിളിൻ്റെ മുകളിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ. കാരണം അയൺ ചെയ്ത് കഴിഞ്ഞതും കട്ട് ചെയ്തതും എല്ലാം. പിന്നെ ത്രെഡാണെങ്കിൽ തന്നെ എല്ലാം സ്റ്റിച്ച് ചെയ്തതെല്ലാം മെഷീൻ്റെ പുറത്ത് അതുപോലെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. സ്റ്റിച്ച് ചെയ്തത് മാറ്റി മെഷീൻ്റെ പുറത്ത് തന്നെ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം പറക്കി കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തൊന്നും അല്ല വെച്ചിരിക്കുന്നത്. എങ്കിലും കയ്യിൽ കിട്ടിയതെല്ലാം ആ ബോക്സിനകത്ത് പറക്കി വെച്ചിട്ട് തിരിച്ച് വെച്ചേ. പിന്നെ അത് കഴിഞ്ഞതാ ഈ കട്ട് ചെയ്ത് കളഞ്ഞ എല്ലാ ക്യാൻവാസ് പേപ്പറുകളെല്ലാം അത്യാവശ്യം വേണ്ടത് നല്ലത് നോക്കി അടുക്കി ആ ഷെൽഫൊന്ന് വൃത്തിയാക്കി. ഇത് ബട്ടൺ മേക്കറാണ്. അതിനെ എടുത്ത് ഇങ്ങ് അറ്റത്തോട്ട് ഒതുക്കി വെച്ച്. കാരണം അതിനി എപ്പോഴും എടുക്കുന്ന സാധനമല്ല. അതുകൊണ്ട് അതിനെ ഒരു അറ്റത്തേക്ക് ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ സൈഡ് മൊത്തം വല പിടിച്ച് എല്ലാം വല്ലാണ്ട് ഒരു വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. ആ വല പിടിച്ച ഭാഗത്തെ വലയെല്ലാം അടിച്ച് കളഞ്ഞ്. അത് കഴിഞ്ഞ് ആ മെഷീൻ കിടക്കുന്ന കിടപ്പുണ്ടോ, ഇതിനി വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. കാരണം മെഷീൻ ഫുള്ള് പൊടിയായിട്ട് മുകൾ ഭാഗം ഫുള്ള് പൊടി, പിന്നെ ചോക്കിൻ്റെ പീസുകൾ, എല്ലാ സാധനങ്ങളും മെഷീൻ്റെ വണ്ടയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഞാൻ ഒതുക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും അവിടുന്ന് പെറുക്കി ഇപ്പുറത്ത് വെച്ചു, ഇപ്പുറത്തുനിന്ന് പെറുക്കി അപ്പുറത്ത് വെച്ചിട്ടാണ് ഒതുക്കിക്കൊണ്ടിരുന്നത്. ആ സൈഡ് തന്നെ ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ത്രെഡിൻ്റെ കഷ്ണങ്ങളും സ്ക്രൂ ഡ്രൈവർ, അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും മെഷീൻ്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്തു വൃത്തിയാക്കി. പിന്നെ വീണ്ടും ടേപ്പും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒതുക്കി വെച്ചു. അത് കഴിഞ്ഞ് മെഷീൻ്റെ പുറം ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് പൊടിയായിട്ട് കിടക്കുമെന്ന്. ആ പൊടി മുഴുവൻ തുടയ്ക്കാനായിട്ട് ഇടയ്ക്ക് ഞങ്ങളൊരു പമ്പിൽ പോയപ്പോൾ അവിടുന്ന് സ്കൂട്ടർ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു
ഒരു പോളിഷ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നേ. ആ സാധനം ഞാനൊന്ന് കുപ്പിയിലാക്കി വെച്ചിട്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടാണ് മെഷീനൊക്കെ തുടയ്ക്കുന്നത്. കാരണം അത് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കും. എനിക്കറിയില്ല ഇതിന് വാട്ടർ സ്പ്രേ ചെയ്യുമോയെന്ന് അറിയില്ല, എങ്കിലും ഇത് സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുമ്പോഴേക്കും മെഷീൻ നല്ല ക്ലീനാവും. മെഷീനും ടേബിളും ഗ്ലാസ്സും ഒക്കെ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് തുടച്ച് വയ്ക്കുന്നത്. നല്ല വൃത്തിയായിട്ടിരിക്കും, നല്ല ക്ലീനാവും. ഗ്ലാസ്സൊക്കെ തുടയ്ക്കാനായിട്ട് ഇത് നല്ലൊരു സാധനമാണ്. ഞാൻ ഇത് തന്നെയാണ്, ഇത് വാങ്ങിയതിന് ശേഷം ഇത് വെച്ചിട്ട് തന്നെയാണ് തുടച്ച് വൃത്തിയാക്കുന്നത്. പിന്നെ ഈ തറയൊക്കെ അലങ്കോലമായി കിടപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ കട്ട് ചെയ്ത കഷ്ണങ്ങളെല്ലാം തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വല അടിച്ചതും ഫാന് തുടച്ചതും ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന പൊടിയും പിന്നെ വെട്ട് കഷ്ണം തുണികളും അങ്ങനെ എല്ലാം ആയിട്ട് തറയും ഭയങ്കര വൃത്തികേടായിട്ട് കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ മുഴുവൻ പൊടിയായിരുന്നു. 2 ദിവസം തുറക്കാതിരുന്നിട്ട് ഇത്രയും പൊടി എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ തന്നെ ഇത് തൂത്ത് കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഇത് എവിടുന്ന് വന്നതാന്ന് വരെ ഞാൻ വിചാരിച്ചു. കാരണം ഇടയ്ക്ക് ഹരിതകർമ്മസേന വന്നപ്പോൾ കൊടുക്കാനുണ്ടായിരുന്ന തുണികളെല്ലാം, ഇവിടെ ഉണ്ടായിരുന്ന വെട്ടകഷ്ണങ്ങളും എല്ലാം ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഈ ക്രിസ്മസ് വർക്കിൻ്റെ ശേഷം ഉള്ള വെട്ടകഷ്ണം തുണികളും കാര്യങ്ങളും ഒക്കെയാണ് ഈ കിടക്കുന്നത്. പിന്നെ അതെല്ലാം ഒരു സൈഡിലോട്ട് തന്നെ ഞാൻ തൂത്ത് വൃത്തിയാക്കി ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മെഷീൻ്റെ അടിയിലുള്ളതെല്ലാം ചൂല് വെച്ച് തൂത്തിട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് അവിടെ കുത്തിയിരുന്ന് മുഴുവൻ വൃത്തിയാക്കി. ചെറിയൊരു ബ്രഷ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അത് വെച്ചിട്ടാണ് ഞാൻ മെഷീൻ്റെ അടിഭാഗവും അതിൻ്റെ ആ ഫുഡ് പെഡലും ഒക്കെ വൃത്തിയാക്കുന്നത്. ആ ചെറിയ ബ്രഷ് വെച്ചിട്ട് ഫുള്ള് വൃത്തിയാക്കി ഒരു സൈഡിലേക്ക് തൂത്ത് മാറ്റിയിട്ട് പിന്നെ വീണ്ടും ചൂല് കൊണ്ടുവന്ന് വൃത്തിയാക്കുകയാണ് ചെയ്തത്. അതുവരെ അതിനെ തൂത്ത് മേശയുടെ അടിയിലോട്ട് ഒരു സൈഡിലോട്ട് തന്നെ ഒതുക്കിയിട്ട്, കാരണം ഇനിയും വീടുമ്പോൾ വീണ്ടും അങ്ങോട്ടാണ് തൂത്തിടാനുള്ളത്. അതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പം ഷെൽഫ് നല്ലോണം വൃത്തിയായി. പിന്നെ ഞാൻ നല്ലോണം വിയർത്തായിരുന്നു. ഇത്രയും പണി കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും എനിക്ക് ക്ഷീണം തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഒരു വലിയൊരു മാറ്റുണ്ട്, അതാണ് കണ്ണാടിക്ക് ഫ്രണ്ടിലിട്ടേക്കുന്നത്. ആ മാറ്റിനെ ഒന്നെടുത്ത് നന്നായിട്ടൊന്ന് വിരിച്ചിട്ടു. അതും കൂടി ആയപ്പോൾ ഏകദേശം ജോലിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഉള്ളത് ചെറിയൊരു ടേബിളുണ്ട്, അത് മാത്രമേ പിന്നെ വൃത്തിയാക്കാനുണ്ടായിരുന്നുള്ളൂ. ആ ടേബിളൂടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഏകദേശമുള്ള പണിയെല്ലാം കഴിഞ്ഞു. പിന്നെ ബാക്കി പണി ആരംഭിക്കാം. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഈ ടേബിളും കൂടി എന്തായാലും വൃത്തിയാക്കിയേക്കാം. ഇത്രയും വൃത്തിയാക്കിയ സ്ഥിതിക്ക് ഇത് വൃത്തിയാക്കാണ്ടിരുന്ന ആ ഒരു സൈഡ് മാത്രം വൃത്തിയില്ലാണ്ട് കിടക്കും. അതുകൊണ്ട് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ബുക്കും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ആ ബുക്കിലാണ് ഞാൻ അത്യാവശ്യം നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന, പിൻട്രസ്റ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന നെക്ക് മോഡൽസും സ്ലീവിൻ്റെ മോഡൽസും കാര്യങ്ങളും എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഞാനായിട്ട് തന്നെ പ്രിൻ്റ് എടുത്തിട്ട് അതിൽ ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്തേക്കുന്നത്. അതാണ് ഈ ബുക്ക്. അത് കഴിഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. ഇപ്പം നല്ല ഭംഗിയായി. ഞാൻ വന്ന് കയറിയപ്പോൾ ഉള്ള ഒരു ഇതല്ല ഇപ്പോൾ കാണാൻ, ഒരു ഔട്ട്ലുക്കേ അല്ല ഇപ്പോൾ കാണാൻ. കാരണം എല്ലാം ഞാൻ വൃത്തിക്ക് അടുക്കി പെറുക്കി വെച്ച് കണ്ണാടിയൊക്കെ ക്ലീൻ ചെയ്ത് ഫ്ലവറൊക്കെ ക്ലീനാക്കി ആണ് സൈഡിൽ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഷെൽഫ് ഫുള്ള് വൃത്തിയാക്കി ഫുള്ള് ക്ലീനാക്കി. അതിൻ്റെ അകത്ത് കാണുന്ന കലാവിരുദ്ധകളൊക്കെ മക്കളുടെ കലാപണികളാണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു സൈഡ് ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി എടുത്തു. ടേബിളെല്ലാം വൃത്തിയാക്കി, ത്രെഡും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സ്ഥലമൊക്കെ വൃത്തിയാക്കി എടുത്തു. മെഷീൻ നല്ല ക്ലീനായി, മെഷീൻ്റെ പുറവും എല്ലാം നല്ല വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ജോലി ഇതായിരുന്നു. അപ്പോൾ ഫുള്ള് കഴിഞ്ഞു. കട വൃത്തിയായതിന് ശേഷമുള്ള ലുക്കാണിത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി കട്ടിങ്ങിലോട്ട് കിടക്കണം. അപ്പോൾ എൻ്റെ ഈ പണി അവസാനിച്ച് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.